നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. അത്തം നക്ഷത്രക്കാർ ദേവഗണ നാളുകാരും പൊതുവെ പതിഞ്ഞ സ്വഭാവക്കാരുമായിരിക്കും. വളരെ ശാന്തമായ പെരുമാറ്റം, പതിഞ്ഞ ശൈലിയിലുള്ള സംസാരം, വളരെയധികം ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നതിനുള്ള കഴിവ്, ഏത് കാര്യവും വളരെ അവധാനതയോടുകൂടി ശാന്തമായി ചിന്തിച്ച് തീരുമാനമെടുക്കുന്നതിനുള്ള പ്രത്യേകമായ കഴിവ്, ഇതെല്ലാം അത്തം നാളുകാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അധികം സംസാരിക്കുന്ന സ്വഭാവപ്രകൃതി ആയിരിക്കുകയില്ല നിങ്ങളുടേത്. ഇപ്പോഴത്തെ സമയമാകട്ടെ പൊതുവെ അനുകൂലകരമെന്ന് കാണുന്നു. തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ നിങ്ങളെ തേടി വരുന്നതായി കാണാം. ദീർഘകാലമായി മനസ്സിൽ വെച്ചു പുലർത്തുന്ന പല ആഗ്രഹങ്ങളും സാധിക്കുന്ന സമയമാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് മനസ്സിൻ്റെ അഭീഷ്ടങ്ങൾ ശരിയായി വ്യക്തമായി വിവേചിച്ച് അറിഞ്ഞ് യുക്തമായ തീരുമാനങ്ങളിലൂടെ അത് നേടിയെടുക്കുവാനുള്ള ബുദ്ധിപരമായ കഴിവും വൈഭവവും അത്തം നാളുകാർക്ക് വളരെ കൂടുതലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനത്തിൽ പുരോഗതി നേടുന്നതിന് സാധിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും സ്ഥാനമാറ്റങ്ങളും വന്നു ചേരുന്നതിനുള്ള സാഹചര്യമാണ് ഇനിയുള്ളത്. നിങ്ങളുടെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പൊതുവെ തൃപ്തികരമായ നില അനുഭവപ്പെടുമെങ്കിലും 4-ാം ഭാവത്തിലെ ശനിയുടെ സ്ഥിതി അത്ര തന്നെ ഗുണകരമല്ല. അതുകൊണ്ട് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾക്കോ BP, പ്രമേഹം തുടങ്ങിയ കാര്യങ്ങൾക്കോ മരുന്നുകൾ കഴിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട ഒരു സന്ദർഭമാണിതെന്ന് മനസ്സിലാക്കുക. ജാതകത്തിൽ കാണപ്പെടുന്ന വളരെ അപൂർവമായ നല്ല യോഗങ്ങളുടെ ഒരു പ്രയോജനങ്ങൾ ജീവിതത്തിൽ പൂർണ്ണമായി കിട്ടുന്നില്ല എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട്. കുടുംബപരമായ പൂർവിക ദോഷങ്ങളും പിതൃക്കളുടെ അനുഗ്രഹക്കുറവും തീവ്രമായി അനുഭവപ്പെടുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴുള്ളത്. അതിനാൽ ജാതകത്തിലെ നല്ല യോഗങ്ങൾ പോലും പരിപൂർണമായി അനുഭവത്തിൽ വരാതെ തടസ്സപ്പെട്ടു പോകാവുന്ന ഒരു സാധ്യതയാണ് കാണുന്നത്. ഈ വരുന്ന കർക്കിടക മാസത്തിൽ നിങ്ങളുടെ ആരൂഢത്തിൽ വച്ച് മഹാസത്യനാരായണ പൂജ നടത്തി പിതൃക്കളുടെ ദോഷം പൂർണ്ണമായും ശമിപ്പിക്കുവാൻ സാധിക്കുന്നതായാൽ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ചയും പുരോഗതിയും കൈവരിക്കുവാൻ തീർച്ചയായും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതായി കാണുന്നു.